ഹലോ, ഇന്ന് വന്നിരിക്കുന്നത് നല്ല മാംഗോ ഫ്ലേവർ ആയിട്ടുള്ള നല്ലൊരു കേക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ്. നല്ല ടേസ്റ്റാണ് കേട്ടോ കേക്ക്. അപ്പോൾ എന്തായാലും നിങ്ങളൊരു വീഡിയോ ഒന്ന് കണ്ടു നോക്കിയതിന് ശേഷം ഒന്ന് ഉണ്ടാക്കി നോക്കുക കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോവാം. അപ്പോൾ ഇതാ ഞാൻ അരിപ്പയിലോട്ട് 1 കപ്പ് മൈദ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഈ മൈദയിൽ നിന്ന് 2 ടീസ്പൂൺ മൈദ എടുത്തു മാറ്റാം. അപ്പോൾ അതിന് പകരമായിട്ട് നമുക്ക് 2 ടീസ്പൂൺ കോൺഫ്ലോർ ഈ ഒരു മൈദയിലോട്ട് ഇട്ട് കൊടുക്കാം. ഇങ്ങനെ ചെയ്യുന്നതുകൊണ്ട് നമ്മൾ കേക്കിന് നല്ല സോഫ്റ്റ് കിട്ടും. ഇനി ഇതിലോട്ട് 1/4 ടീസ്പൂൺ ഉപ്പും 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും 1/2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും കൂടെ ചേർത്ത് കൊടുത്ത് ഒന്ന് അരിച്ചെടുക്കുക. അപ്പോൾ 3 തവണയായിട്ട് അരിച്ചെടുക്കുക. അതല്ലെങ്കിൽ നന്നായിട്ട് ഇതേപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്താലും മതി. അപ്പോൾ നിങ്ങളുടെ അടുത്ത് ബേക്കിംഗ് സോഡ ഇല്ലെങ്കിൽ 1/2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറിന് പകരം 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ ഇതെല്ലാം മിക്സാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് കേക്കിന് ആവശ്യമായ മുട്ട എടുക്കണം. അപ്പോൾ ഞാൻ 4 മുട്ടയാണ് എടുത്തിട്ടുള്ളത്. ഇനി അതിലോട്ട് 1/2 ടീസ്പൂൺ വാനില എസൻസ് ഒഴിച്ചു കൊടുക്കാം. നമുക്ക് ഇത് ബീറ്റർ എടുത്ത് നന്നായിട്ട് തന്നെ ബീറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ബീറ്റ് ചെയ്യുമ്പോൾ പാത്രത്തിലും ഒട്ടും വെള്ളം ഉണ്ടായിരിക്കാൻ പാടില്ല. അതേപോലെ ബീറ്ററിൻ്റെ മുകളിലും ഒരു തുള്ളി വെള്ളം പോലും ഉണ്ടാകാൻ പാടില്ല കേട്ടോ. അങ്ങനെ ആക്കിയാൽ നമ്മളെ മുട്ട നന്നായിട്ട് പതഞ്ഞ് വരില്ല. ഇനി നമുക്ക് മധുരത്തിന് ആവശ്യമായ പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 1/2 കപ്പ് പൊടിക്കാത്ത പഞ്ചസാരയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ മുട്ട പതഞ്ഞ് വരുന്ന ഈ ഒരു സമയത്ത് നമുക്ക് ഒരുമിച്ചിടാതെ കുറേശ്ശെയായിട്ട് ഇതേപോലെ ഇട്ട് കൊടുത്ത് നന്നായിട്ട് തന്നെ ബീറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ഇതാ നമ്മളെ മുട്ട ഇവിടെ നന്നായിട്ട് പതഞ്ഞ് നല്ല ക്രീം പരുവത്തിലായിട്ടുണ്ട്. അപ്പോൾ ഇതേപോലെ വേണം എടുക്കാൻ വേണ്ടിയിട്ട്. ഇനി ഇതിലോട്ട് നമ്മൾ ചേർക്കാൻ പോകുന്നത് 1/4 കപ്പ് സൺഫ്ലവർ ഓയിലാണ്. അപ്പോൾ അതൊന്ന് ഒഴിച്ചു കൊടുക്കുക. അതിനുശേഷം ഇതൊന്ന് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. കുറേ ടൈം ബീറ്റ് ചെയ്യരുത്, ഒന്ന് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി. ഇനി നമുക്ക് ബീറ്ററിൻ്റെ ആവശ്യമില്ല, ഇതൊന്ന് മാറ്റി വെക്കാം. ഇനി നമ്മളിതിലോട്ട് മാംഗോ ഫ്ലേവർ ആയിട്ടുള്ള ടൈഗറിൻ്റെ ഈ ഒരു മിക്സാണ് ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ ഇതാണ് നമ്മളെ കേക്കിന് ടേസ്റ്റ് കൊടുക്കുന്നത്. അപ്പോൾ ഇത് എന്തായാലും ഈ ഒരു കേക്ക് ഉണ്ടാക്കുമ്പോൾ വേണം കേട്ടോ. ഇനി നമുക്കിതിലോട്ട് നമ്മൾ അരിച്ച് വെച്ചിരിക്കുന്ന മൈദയും ഇതേപോലെ ഇട്ട് കുറേശ്ശെയായിട്ടിട്ട് ഫോൾഡ് ചെയ്തെടുക്കുക. അപ്പോൾ സ്ലോയിൽ വേണം ഫോൾഡ് ചെയ്യാൻ വേണ്ടിയിട്ട്, വേഗം ആകേണ്ടിയിട്ട് നല്ല ഫാസ്റ്റ് ചെയ്യാൻ പാടില്ല. അപ്പോൾ നമ്മളെ കേക്ക് നന്നാവില്ല. അപ്പോൾ ഇതേപോലെ ഫോൾഡ് ചെയ്തെടുക്കുക. അപ്പോൾ ഞാൻ കുറച്ച് മാംഗോയുടെ മിക്സ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളൂ. അപ്പോൾ ചെറിയൊരു ഫ്ലേവർ കിട്ടിയാൽ മതി, ഓവറായിട്ട് വേണ്ട. ഇനി നമുക്ക് മൈദ ഇതേപോലെ ഒരു 2-3 വട്ടമായിട്ട് ഇട്ട് കൊടുത്ത് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ ഞാനിവിടെ 4 വട്ടമായിട്ടാണ് ഈ ഒരു മൈദ ഇട്ട് കൊടുത്ത് കുറേശ്ശെയായിട്ട് ഇതേപോലെ ഒന്ന് ഫോൾഡ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഇതാ നമ്മളെ മിക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ബാറ്റർ ഇതേ ഒരു പരുവത്തിലാണ് കിട്ടിയിട്ടുള്ളത്, റിബൺ പരുവത്തിൽ. ഞാനിവിടെ 9 ഇഞ്ചിൻ്റെ ഒരു പാനാണ് എടുത്തിട്ടുള്ളത്. ഇനി അതിലോട്ട് ബട്ടർ പേപ്പർ ഒട്ടിച്ച് വെച്ചിട്ടുണ്ട്. അതിലാണ് ഈ ബാറ്റർ ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ നിങ്ങളടുത്ത് ഏത് പാത്രമാണുള്ളത് അതിലൊക്കെ ചെയ്യാം. നോൺ സ്റ്റിക്കിൻ്റെ പാത്രത്തിൽ ചെയ്യാം. അപ്പോൾ ഞാനിവിടെ ഇതൊരു ഇഡ്ഡലി പാത്രത്തിലാണ് ചെയ്യുന്നത്. അപ്പോൾ ഇത് ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഞാനിത് നന്നായിട്ട് തന്നെ ടാപ്പ് ചെയ്ത് ഇതിൻ്റെ എയർ ബബിൾസൊക്കെ ഒന്ന് പോക്കി കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ഇഡ്ഡലി പാത്രത്തിലോട്ട് ഒരു റിങ് വെച്ച് അതിലോട്ടാണ് ഇത് വെച്ച് കൊടുക്കുന്നത്. മാക്സിമം മീഡിയം ടു ലോ ഫ്ലെയിമിൽ ഒരു 30 മിനിറ്റാണ് എനിക്ക് വേവാൻ വേണ്ടി എടുത്തിട്ടുള്ളത്. ഇനി നമുക്കിതിനാവശ്യമായിട്ടുള്ള വിപ്പിംഗ് ക്രീം എടുക്കണം. ഞാൻ ഫിയോണയുടെ 1/4 കപ്പ് വിപ്പിംഗ് ക്രീമാണ് ഇപ്പോൾ എടുത്തിട്ടുള്ളത്. ഇനി ഇതൊന്ന് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കണം. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള വിപ്പിംഗ് ക്രീം എടുക്കാം. അപ്പോൾ ഫിയോണതാകുമ്പോൾ കുഴപ്പമില്ല, നല്ല ക്രീമാണ്. അപ്പോൾ ഇതിവിടെ നന്നായിട്ട് തന്നെ ബീറ്റായി വന്നിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇതിലും കൂടെ നമ്മൾ മാംഗോയുടെ ആ ഒരു മിക്സ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഒരു 4-5 ഡ്രോപ്സ് ഇതിലോട്ട് ഇട്ടിട്ട് കൊടുക്കുക. അതിനുശേഷം ഇതൊന്നും കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ ഈ ഒരു ക്രീമിലും നമ്മൾ ഈ ഒരു മാംഗോയുടെ ഫ്ലേവർ വരും. അപ്പോഴേക്കും നമ്മളെ കേക്കും ഇവിടെ റെഡി ആയിട്ടുണ്ട്. 30 മിനിറ്റാണ് എനിക്ക് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഓരോ പാത്രത്തിൻ്റെയൊക്കെ ചൂടിനനുസരിച്ചായിരിക്കും കേക്ക് ബേക്കായി കിട്ടുന്നത്. അപ്പോൾ അത് എടുത്ത് മാറ്റിയതിന് ശേഷം നന്നായി തണുത്തിട്ടുണ്ട്. അതിനുശേഷം നമുക്കൊരു പാത്രത്തിലോട്ട് ഇത് മാറ്റാം. ഇത് ബട്ടർ പേപ്പറൊക്കെ ഒന്ന് റിമൂവ് ചെയ്യാം. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ തന്നെ നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നല്ലൊരു വാനില സ്പഞ്ച് കേക്ക് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. നമുക്ക് ഇതൊന്ന് 3 ലെയറായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കണം. ഇനി നമ്മളൊരു കേക്ക് ബോർഡ് വെച്ച് അതിലോട്ട് കുറച്ച് ക്രീം വെച്ച് കൊടുക്കുക. അതിൻ്റെ മുകളിലോട്ടായിട്ട് ഫസ്റ്റ് ലെയർ വെച്ച് കൊടുക്കുക. അതിലോട്ട് നമുക്ക് ഷുഗർ സിറപ്പ് ഒന്ന് വെറ്റ് ചെയ്തെടുക്കണം. അര കപ്പ് പഞ്ചസാരയിലോട്ട് 1 കപ്പ് വെള്ളം ഒഴിച്ച് നന്നായിട്ട് തിളപ്പിച്ചെടുത്തതാണ് ഷുഗർ സിറപ്പ്.
അപ്പോൾ അങ്ങനെയാണ് ഈ ഷുഗർ സിറപ്പ് റെഡിയാക്കിയിട്ടുള്ളത്. അതിനുശേഷം നന്നായി തണുപ്പിച്ചതിന് ശേഷമാണ് നമ്മൾ കേക്കിലോട്ട് ഉപയോഗിക്കാൻ പാടുള്ളൂ. ഇനി നമുക്കിതിലോട്ട് കേക്കിൻ്റെ ആ ഒരു വിപ്പിംഗ് ക്രീം ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ ഇതിലോട്ട് ചേർക്കാൻ പോകുന്നത് ഞാൻ കണ്ടൻസ്ഡ് മിൽക്കാണ്. അപ്പോൾ അത് നിങ്ങളടുത്ത് ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കുക, നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ അത് കുറേയൊന്നും വേണ്ട, 1 ടീസ്പൂണോളം മതി. അപ്പോൾ അത്ര ഉണ്ടെങ്കിൽ തന്നെ നല്ല ടേസ്റ്റ് തന്നെ കിട്ടും. പിന്നെ ഇതിൻ്റെ മുകളിലോട്ടായി ചേർക്കുന്നത് നമ്മൾ വൈറ്റ് ചോക്ലേറ്റ് ഗ്രേറ്റ് ചെയ്തതാണ്. പിന്നെ കുറച്ച് അണ്ടിപ്പരിപ്പ് ചെറുതായിട്ട് കട്ട് ചെയ്തതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിൻ്റെ മുകളിലോട്ടായിട്ട് നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന രണ്ടാമത്തെ ലെയർ വെച്ച് കൊടുക്കാം. എന്നിട്ട് കൈകൊണ്ട് ജസ്റ്റ് ഇതേപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. എന്നാലാണ് നമ്മൾ കേക്ക് ആ കറക്റ്റ് ഷേപ്പിൽ നിൽക്കുള്ളൂ, അല്ലെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടായിട്ട് തെന്നി നിൽക്കും. അതിന് മുകളിലായിട്ട് നമ്മൾ നേരത്തെ ചെയ്ത സ്റ്റെപ്പ് പോലെ തന്നെ ഷുഗർ സിറപ്പ്, പിന്നെ ക്രീം, അതേപോലെ മിൽക്ക് മെയ്ഡ്, പിന്നെ വൈറ്റ് ചോക്ലേറ്റ്, പിന്നെ അണ്ടിപ്പരിപ്പ്. ഇപ്പോൾ ലാസ്റ്റ് ലെയറായിട്ട് നമ്മൾ വെക്കുന്നത് നമ്മളെ കേക്കിൻ്റെ അടിവശത്തുള്ള ആ ഭാഗമാണ്. ആ ഭാഗം വെക്കുമ്പോഴാണ് നമ്മളെ കേക്കിന് ആ ഒരു മുകൾ ഭാഗം നമുക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടുള്ളൂ. ഇനി അതിൻ്റെ മുകളിലായിട്ട് നമ്മൾ ആ ക്രീം ഒന്നും കൂടെ ഇതേപോലെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. എല്ലാ ഭാഗത്തും കേക്കിൻ്റെ എല്ലാ ഭാഗത്തും എത്തുന്ന രീതിയിൽ നന്നായിട്ട് തന്നെ തേച്ച് പിടിപ്പിച്ച് കൊടുക്കാം. അപ്പോൾ ഇതാ ഞാൻ ഈ കേക്കിൻ്റെ എല്ലാ ഭാഗത്തും ഈ വിപ്പിംഗ് ക്രീം ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എല്ലാ ഭാഗത്തും എത്തുന്ന രീതിയിൽ തേച്ച് പിടിപ്പിച്ച് കൊടുക്കണം. അതിനുശേഷം ഇതേപോലുള്ള ഒരു കാർഡ് വെച്ച് നമുക്കിതൊന്ന് ഷേപ്പ് ചെയ്തെടുക്കാം. പെട്ടെന്ന് തന്നെ കഴിയും ഈ ഒരു കാർഡ് ഉണ്ടെങ്കിൽ. ഫസ്റ്റ് മുകൾ ഭാഗം ഇതേപോലെ ഒന്ന് ചെയ്തെടുക്കുക. അതേപോലെ സൈഡും നന്നായിട്ട് ലെവൽ ചെയ്ത് ഇങ്ങനെ പിടിച്ചു കൊടുത്താൽ മതി. ഒന്ന് ജസ്റ്റ് ഒന്ന് ഇതേപോലെ ഒന്ന് കറക്കി കൊടുത്താൽ മതി. അപ്പോൾ ഇതാ നമ്മളെ കേക്കിൻ്റെ ഐസിംഗ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇത് കേക്കൊന്ന് നന്നായിട്ട് തണുക്കാൻ വേണ്ടി നമുക്ക് ഫ്രിഡ്ജിലോട്ട് മാറ്റാം. ആ ഒരു സമയം കൊണ്ട് നമുക്ക് ഇതിലോട്ടുള്ള ഗനാശ തയ്യാറാക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് 100 ഗ്രാം വൈറ്റ് ചോക്ലേറ്റിലോട്ട് 40 ഗ്രാമോളം വിപ്പിംഗ് ക്രീം ചേർത്ത് കൊടുക്കുക. അതിലോട്ട് ചെറിയൊരു കഷ്ണം ബട്ടറും കൂടെ ചേർത്ത് ഇതേപോലെ ഡബിൾ ബോയിൽ ചെയ്തെടുക്കുക. അപ്പോൾ ഇത് ചൂടായി കഴിഞ്ഞാൽ തന്നെ പെട്ടെന്ന് തന്നെ മെൽറ്റായി കിട്ടും. അതിനുശേഷം നമ്മൾ ആ മാംഗോ മിക്സ് ഇതിൽ നമുക്ക് ആവശ്യമുള്ളത്ര ഒഴിച്ചു കൊടുത്ത് നല്ലൊരു മാംഗോയുടെ ആ ഒരു യെല്ലോ കളർ കിട്ടുന്ന രീതിയിൽ ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഇതാ നമ്മളെ ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത നല്ല തണുത്ത കേക്കിലോട്ട് വേണം ഇതൊന്ന് ഒഴിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ആ വീഡിയോ ഒക്കെ എന്നോടൊന്ന് മിസ്സായി പോയാണ്. അപ്പോൾ ഞാൻ ഈ കേക്കിൻ്റെ സൈഡിലും ചെറുതായിട്ടൊന്ന് ഒരു സ്ക്രാപ്പർ വെച്ചിട്ട് ചെറിയൊരു ഡിസൈൻ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതേപോലെ അരിപ്പ വെച്ചിട്ട് ഒന്ന് ഒഴിച്ചു കൊടുക്കണം. അപ്പോൾ നമുക്ക് ഏത് ഡിസൈനിലാണ് വേണ്ടതെന്ന് വെച്ചാൽ ആ ഒരു രീതിയിൽ നിങ്ങൾക്ക് കേക്കിൻ്റെ മുകളിലോട്ടായിട്ട് അപ്പോൾ ഒഴിച്ചു കൊടുക്കുമ്പോൾ കേക്ക് നല്ല തണുപ്പായിരിക്കണം. നമ്മളെ ഗനാശ ചെറിയൊരു ചൂടോടുകൂടി കുഴപ്പമില്ല, അങ്ങനെ ചെയ്യുക. ചൂടോടുകൂടി ചെയ്യാൻ പാടില്ല. പിന്നെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഡെക്കറേറ്റ് ഒക്കെ ചെയ്തെടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഈ ഈസി ആയിട്ടുള്ള അതേപോലെ സിമ്പിളായിട്ടുള്ള ഈ ഒരു കേക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും അതേപോലെ കമൻറ്റ് ചെയ്യാനും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബും ചെയ്യാം കേട്ടോ. ഇത് നല്ലൊരു കേക്ക് തന്നെയാണ്, നല്ല ടേസ്റ്റി ആയിട്ടുള്ള കേക്ക് തന്നെയാണ്. ഞാൻ ഉണ്ടാക്കുന്നതിൽ വെച്ച് കസ്റ്റമർക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെട്ടൊരു കേക്കാണിത്. കുറേ ഓർഡർ കിട്ടിയിട്ടുണ്ട് ഈ ഒരു കേക്ക്. അപ്പോൾ എന്തായാലും എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. താങ്ക്